5000 കോടി രൂപ മുടക്കി നടത്തുന്ന അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പോകാത്ത ഇന്ത്യയിലെ ഏക നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഒരുപക്ഷെ കൗതുകമുണർത്തുന്ന ഓരോ വാർത്തയും രാഹുൽ ഗാന്ധി നമുക്ക് ഓരോ ദിവസവും നൽകുന്നുണ്ടെന്നുള്ളതാണ്. 5000 കോടി, ഫൈനാൻഷ്യൽ ടൈംസ് പറയുന്നത് 3000 മുതൽ 5000 കോടി വരെ രൂപ ചെലവിലാണ് മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയും രാധിക മെർച്ചന്റും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. എല്ലാ മീഡിയയും അതിന്റെ പുറകിലാണ്. എല്ലാ മീഡിയയിലും അവർ എന്ത് ധരിച്ചു, ആരൊക്കെ വന്നു, ജസ്റ്റിൻ ബീബർ അടക്കമുള്ള ഒരുപാട് പ്രമുഖ ആൾക്കാർ വന്നു, റിഹാന വന്നു. ജസ്റ്റിൻ ബീബറിന് 85 കോടി രൂപ കൊടുത്താണ് കൊണ്ടുവന്നതെന്ന് പറയുന്നു. റിഹാനയ്ക്ക് ചില ആൾക്കാർ 100 കോടി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ലോകത്തിലെ എല്ലാവരും ഉണ്ട്. ബിൽ ഗേറ്റ്സ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ലോങ് സെലിബ്രേഷനിലെ പരിപാടിയിൽ. മാർക്ക് സക്കർബർഗ് വന്നു, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വന്നു, ഷാറൂഖ്, സൽമാൻ, അമീർ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, സച്ചിൻ ടെണ്ടുൽക്കർ, ഇന്ത്യയിലെ എല്ലാ പ്രമുഖരും ആ കല്യാണത്തിന് പോയി. എന്നിട്ടും നേരിട്ട് വീട്ടിൽ വന്ന് വിളിച്ചിട്ടും പോകാത്ത ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇന്ത്യ മുന്നണിയിലെ മമതാ ബാനർജി പോയി, സമാജ്വാദി പാർട്ടിയിലെ അഖിലേഷ് യാദവ് പോയി. ഇതൊന്നും പോകുന്നത് തെറ്റല്ല. തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, $100 ബില്യണിലധികം അദ്ദേഹത്തിന് ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. 8 ലക്ഷം കോടിയോ 8.5 ലക്ഷം കോടി ആസ്തിയുണ്ട് മുകേഷ് അംബാനിക്ക് എന്നാണ് പറയുന്നത്. അദ്ദേഹം മോന്റെ കല്യാണം അദ്ദേഹത്തിന്റെ ഇനി മരുമോളായിട്ട് വരുന്ന രാധികയുമായിട്ടുള്ള കല്യാണം എത്ര രൂപയ്ക്ക് നടത്തിയാലോ അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. നമുക്കത് പറയാനൊന്നുമില്ല. അവർക്ക് കാശുണ്ടെങ്കിൽ അവർക്ക് നടത്താം. പക്ഷേ അതിന് എല്ലാവരും, ശങ്കരാചാര്യർ പോയി, പ്രധാനമന്ത്രി പോയി, ബാക്കിയുള്ള എല്ലാവരും പോയി. അവിടെ ആ അംബാനിയുടെ ഇൻവിറ്റേഷൻ നിരസിച്ചിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് ഒരു പിസ്സ കോർണറിൽ, ഒരു സാധാരണ പിസ്സ കോർണറിൽ നിന്ന് പിസ്സ കഴിക്കുന്ന ചിത്രങ്ങൾ വൈറലായിട്ടുണ്ട്. അതായത് ഒരു പിസ്സയിൽ പോയി, ഒരു പിസ്സ കടയിൽ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹം മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ടെന്ന് ചില ആൾക്കാർ പറയുന്നു, ഇന്ന് നാളെയായിട്ട് ഏതെങ്കിലും പരിപാടിയിൽ. അപ്പോ എല്ലാവർക്കും ഒരു ബിസിനസ്സുകാരനെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും വലിയ താല്പര്യമായിരിക്കും. അതിന് യാതൊരു തെറ്റുമില്ല. കാര്യം ഏറ്റവും കൂടുതൽ അംബാനിയും അദാനിയുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. പണ്ട് ടാറ്റയും ബിർളയും എന്നൊക്കെയാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നു കേട്ടത്. അങ്ങനെ ടാറ്റയും ബിർളയിൽ നിന്ന് അംബാനി അദാനിയിലേക്ക് അത് മാറി. ബിസിനസ്സുകാരാണ് പലപ്പോഴും രാഷ്ട്രീയക്കാരെ ഫണ്ട് ചെയ്യുന്നതൊക്കെ. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ ഇലക്ഷൻ നടത്താൻ ഏകദേശം 5000 കോടി രൂപ ആകില്ല നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്. അതിനേക്കാൾ രൂപ ചെലവഴിച്ചാണ് ഈ കല്യാണം നടത്തുന്നത്. 12, 13, 14 തീയതികളിൽ ഇന്ത്യയിലെ എല്ലാവരും, പ്രമുഖ എല്ലാവരും അതിലുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാണിച്ച ആ പ്രത്യേകത, അതിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം, എതിർക്കുന്നവരുണ്ടാകാം. പക്ഷേ അവിടെ പോകണ്ടെന്ന് തീരുമാനിക്കാൻ ധൈര്യമെടുക്കുന്ന ഒരു സ്റ്റാൻഡ് വളരെ അത്ഭുതകരമാണ്. കാരണം അംബാനി ആകട്ടെ അദാനി ആകട്ടെ ഇവർക്കൊന്നും രാഷ്ട്രീയമില്ല. ഇവർക്കെല്ലാം അവരുടെ താല്പര്യങ്ങളേ ഉള്ളൂ. അതിലൊരു തെറ്റുമില്ല. നമ്മുടെ ബിസിനസ്സുകാർ അങ്ങനെ ആകണം. പക്ഷേ ഇവരുടെ ബ്രാൻഡിങ്ങും കൂടെയാണ് ഇത്തരം കല്യാണങ്ങൾ. അതായത് അംബാനി ഗ്രൂപ്പിന്റെയും റിലയൻസ് ഗ്രൂപ്പിന്റെയും വലിയൊരു ലെവറേജ് കൂടിയാണ് ഇത്തരം കല്യാണങ്ങൾ. എല്ലാ കോർപ്പറേറ്റ് ഹൗസും അങ്ങനെയാ ചെയ്യുന്നത്. അവർക്കൊരു ഗ്ലോബൽ റീച്ച് കൂട്ടും. കല്യാണത്തിനാന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസ് കാശില്ലാതെ വരും. എല്ലാവർക്കും ഒന്ന് മീറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്.